Hi, Namaste, welcome back viewers, welcome back to my channel Vintrader. കറക്റ്റ് ബ്രേക്ക്ഔട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മാക്സിമം റിട്ടേൺസ് എടുക്കാൻ പറ്റും. പക്ഷേ പെർഫെക്റ്റ് ബ്രേക്ക്ഔട്ട് അറിയത്തില്ല. മാർക്കറ്റ് ഒരുപാട് കൺസോളേഷൻ ആയിരിക്കും. നമ്മൾ സെല്ല് എടുക്കുമ്പോഴായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് പോകുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ അവിടുന്ന് ഒരു ബൈ ട്രേഡ് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും മാർക്കറ്റ് പിന്നെയും വെക്കുന്നത്. അപ്പോൾ റിപ്പീറ്റായിട്ട് നമ്മൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം നമുക്ക് റിവേഴ്സാണ് പോകാറ്. ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ടൊരു ബ്രേക്ക്ഔട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് 1 മിനിറ്റും 5 മിനിറ്റ്സ് ഇന്ന് ഞാൻ 1 മിനിറ്റിൻ്റെയും നിഫ്റ്റിയുടെ 5 മിനിറ്റ്സിൻ്റെ രണ്ടിൻ്റെയും ട്രേഡ് കാണിക്കുന്നുണ്ട്. അത് ഇന്ന് 6th ഓഗസ്റ്റിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ വന്ന ഗ്യാപ്പ് ബൈയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആയി. അപ്പോൾ അവിടുന്ന് ഹോൾഡ് ചെയ്ത് വെച്ചവർക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴ്ത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലൈവിൽ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആണ്. അവിടുന്ന് ഒരു സെൽ ട്രേഡ് എടുക്കണോ അതോ റിവേഴ്സ് പോകുമോ നമുക്ക് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് 5 മിനിറ്റ്സ് കൂടെ കമ്പയർ ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കേണ്ടി അവസ്ഥയും വരുന്നില്ല. നമുക്ക് കറക്റ്റായിട്ടൊരു ബ്രേക്ക്ഔട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റും. ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഞാൻ രണ്ടിൻ്റെ കമ്പാരിസൺ കാണിച്ചു തരാം ഇന്നത്തെ ട്രേഡ്. അപ്പോൾ ഇത് 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്. 5 മിനിറ്റ്സ് ആണ് നമ്മൾ മെയിൻലി വെക്കുന്നത്. പക്ഷേ ചില പോർഷൻസ്, അതായത് നമുക്ക് ഗ്യാപ്പിലൊക്കെ ഓപ്പൺ ആകും മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഹൈക്കിൽ അടിച്ചിറങ്ങും. 5 മിനിറ്റ്സിൽ കൺഫർമേഷൻ കുറച്ച് ലേറ്റ് ആണ്. അവിടുന്ന് റിവേഴ്സ് പോയിട്ട് തിരിച്ച് മാർക്കറ്റ് വരുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ 5 മിനിറ്റ്സ് കൺഫർമേഷൻ തരാതിരിക്കുന്നത്. പക്ഷേ അവിടെ 1 മിനിറ്റ് നമുക്ക് ട്രേഡ് കിട്ടുന്നുണ്ട്. 1 മിനിറ്റ് നിന്ന് ഇന്നത്തെ രാവിലെ ഒരു ചെറിയ ബൈ ട്രേഡും പോയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷനിൽ ചെറിയൊരു 20 പോയിന്റ്സ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതിന് തിരിച്ച് മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ താഴ്ത്തിറങ്ങിയിട്ട് ആ സെൽ പോർഷൻ നല്ലൊരു പോർഷൻ ആയിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ നേരെ തിരിച്ചെന്ന് ബാങ്ക് നിഫ്റ്റി അവിടെ ഒരു അപ് ട്രെൻഡ് പോയിട്ട് നിഫ്റ്റി മാത്രം ചെറുതായിട്ടൊന്ന് കയറാൻ നോക്കിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ സിഗ്നൽസ് വരുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന സെല്ലാണ്. സെല്ല് വന്ന് 12:43 എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് 3 ടാർഗറ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ സിഗ്നൽ വരുമ്പോൾ താഴെ റെഡ് കൺഫർമേഷൻ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റെഡ് കളർ കണ്ടിന്യൂവേഷൻ ആണ്. മാർക്കറ്റ് സെല്ലിൽ തന്നെയാണ്. റെഡിൽ നിന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ ബൈയിലേക്ക് മാറത്തുള്ളൂ. അപ്പോൾ കൺഫർമേഷൻ ബാർ നമുക്ക് റെഡിലാണ്. ക്യാൻഡിൽ കളർ റെഡിലാണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് ആക്റ്റീവ് ആണ്. പിന്നെ സെൽസ് ഓൺ വന്നോളും. പിന്നെ അവിടെ നമുക്ക് സെക്കൻഡ് ക്യാൻഡിൽ ട്രേഡ് എടുക്കാം. ഇവിടെ പെട്ടെന്ന് തന്നെ കൺഫേം ആയി അവിടുന്ന് ബ്രേക്ക്ഔട്ടും പോയി 200 പോയിന്റോളം അടിച്ച് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, 3 ടാർഗറ്റ് നമുക്ക് അടിച്ചിട്ടുണ്ട്. ടാർഗറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 അടിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് വന്ന ബൈ അത് കൺഫേം ആയിരുന്നില്ല. അതിനു മുമ്പ് വന്ന സെല്ലും മാർക്കറ്റ് കുറയുന്നതിന് ട്രെൻഡിലേയും കുറച്ചൊന്നും ഇറങ്ങിയാലും നമുക്ക് അവിടെ നിന്നൊരു സെൽ ട്രേഡ് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് എന്നാൽ ചെറിയൊരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട് താനും. അപ്പൊ ആ ട്രേഡ് നമുക്ക് ട്രെൻഡിലേയും കൺഫർമേഷൻ തരാതിരിക്കുന്ന 5 മിനിറ്റ്സിൽ തരാതിരിക്കുന്നിടത്തോളം മാർക്കറ്റ് ഒരുപാട് നമുക്ക് ഡൗൺ പോകാൻ ചാൻസ് കാണുകയില്ല. അതുകൊണ്ടാണ് അവിടെ കൺഫർമേഷൻ ലേറ്റ് ആവുന്നത്. കാരണം ഒരു ഹൈക്കിൽ കൺഫർമേഷൻ ലേറ്റ് ആവുന്ന 2-3 പോർഷൻസ് ഒന്ന് ഹൈക്കിൽ അടിച്ചിറങ്ങുക. അല്ലാതെ ഒരുപാട് ദിവസം ബൈയിൽ ഇപ്പൊ 2-3 ദിവസങ്ങൾ ബൈ പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു ഹൈക്കിൽ ഇറങ്ങുകയാണ്. ഫാസ്റ്റ് മൂവ്മെന്റ് ആണ്. 5 മിനിറ്റ്സ് കൺഫർമേഷൻ വൈകും. തിരിച്ച് റിവേഴ്സ് ചാൻസ് ഉള്ളതാണ്. കൺഫർമേഷൻ വൈകും. കുറച്ച് കൺഫർമേഷൻ താട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് പിന്നെ ഫുൾ ബാക്ക് അടിച്ചിട്ട് മാത്രം നമുക്ക് എടുത്തേച്ചാൽ മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇറങ്ങിയിട്ട് കൺഫേം ആവുന്നത് തിരിച്ച് ബാക്ക് അടിച്ചിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഓൾറെഡി അവിടെ നിന്ന് ഹൈക്കിൽ അടിച്ചിറങ്ങി അത് ഫാസ്റ്റ് മൂവ്മെന്റിൽ നമ്മൾ സ്കാൽപ്പിങ്ങേ പിടിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇൻട്രാഡേക്ക് പോർഷൻ കിട്ടുകയില്ല. അപ്പൊ സ്കാൽപ്പിങ്ങിലെ പെർഫോമൻസ് പക്ഷെ നോക്കുകയാണെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം തിരിച്ച് ഇവിടെ ബാക്ക് ട്രേഡ് എടുത്തിട്ട് ഇവിടെ തിരിച്ചു കയറിയിട്ടുണ്ട്. അവിടെ ചെറിയ പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് റിവേഴ്സിൽ വന്നപ്പോൾ വെള്ള കളർ ക്യാൻഡിൽ കാണിച്ച് റിവേഴ്സിൽ തന്നു. അത് തിരിച്ച് നമുക്ക് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഇവിടുന്നാണ് ഇറങ്ങിയത്. ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ മാർക്കറ്റിന്റെ അപ്പ് നമുക്ക് ആ ട്രെൻഡ് ലൈൻ വൈസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അവിടുന്ന് വേണം എക്സിറ്റ് അടിക്കാം. അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ വളരെ എക്സ്ട്രാ കളർ. ഇപ്പൊ എക്സ്ട്രാ കളർ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും പ്രോഫിറ്റ് കുറഞ്ഞു. അപ്പൊ ആ ട്രെൻഡ് ലൈൻ നമുക്ക് കുറച്ച് ചേഞ്ച് ആകാൻ നോക്കണം. 1-2 ക്യാൻഡിൽ കയറി നമുക്ക് അവിടുന്ന് വേണം ആ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ ഈസിയാണ്. നമുക്ക് ഏത് മാർക്കിൽ, അതായത് കൺസോളിഡേഷൻ ആയിക്കോട്ടെ റേഞ്ച് ആയിക്കോട്ടെ, നമുക്ക് ഏത് മാർക്കിൽ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനും പറ്റും. നമുക്ക് കറക്റ്റ് ബ്രേക്ക്ഔട്ടും റിവേഴ്സിലൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് 8 സ്ട്രാറ്റജികളും 2 സ്കാനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള, ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീ ലൈവ് ഡെമോ ഞങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യും.